I am Donald Trump's worst nightmare as a progressive Muslim immigrant who actually fights for the things that I believe in. ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള പദവി അമേരിക്കൻ പ്രസിഡന്റിന്റെ പദവിയാണ്. ആ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനെ പോലും ഞെട്ടിക്കുന്ന സൊഹറാൻ മംദാനി ആരാണ്? സൊഹറാൻ മംദാനി ഇന്ത്യൻ റൂട്ട്സ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. മീര നായരുടെ മകനും മംദാനിയുടെ മകനുമായി പറഞ്ഞതാണ് സൊഹറൻ എന്ന് പറയുന്ന വ്യക്തി. മീര നായർ എന്ന് പറയുമ്പോൾ മലയാളി കേരള റൂട്ട്സ് ഉണ്ടെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അവർ നയ്യാർ ആണ്. നായർ എന്ന് എഴുതുന്ന മാത്രമേ ഉള്ളൂ. ന്യൂയോർക്കിന്റെ മേയറായി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിട്ടാണ് സൊഹറാൻ മംദാനി വരുന്നത്. ഡെമോക്രാറ്റുകൾക്ക് വളരെ സ്ട്രോങ് ഹോൾഡ്. അവിടുത്തെ ലെഫ്റ്റ് ലിബറലുകളാണ് ഡെമോക്രാറ്റ്സ്, അവിടുത്തെ കോൺഗ്രസ് എന്നൊക്കെ പറയുന്ന പോലെ. അവിടുത്തെ റൈറ്റ് കൺസർവേറ്റീവ് ആണ് ഡൊണാൾഡ് ട്രംപ്, അവിടുത്തെ ഒരു BJP എന്നൊക്കെ പറയുന്ന പോലുള്ള വ്യക്തിത്വം. അപ്പോ യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ബില്യണയറായ അമേരിക്കയുടെ പ്രസിഡന്റിനെ പോലും ഞെട്ടിക്കുകയും അദ്ദേഹത്തിന്റെ മകൻ, ഡൊണാൾഡ് ട്രംപിന്റെ മകൻ ന്യൂയോർക്ക് ഹാസ് ഫോളൻ, അത് വലിയൊരു സിനിമ സീരീസ് ആണ്. ഫോളൻ സീരീസ് പലപ്പോഴും കാണും. ലണ്ടൻ ഹാസ് ഫോളൻ, ന്യൂയോർക്ക് ഹാസ് ഫോളൻ. ഇവരിത് പറയുന്നത്, അതായത് ന്യൂയോർക്കിൽ മുസ്ലിം മേയർ വരാൻ പോകുന്നു, ലണ്ടനിൽ സാദിഖ് ഖാൻ എന്ന മുസ്ലിം മേയർ വന്നു, അതുകൊണ്ടാണ് ലണ്ടൻ ഹാസ് ഫോളൻ എന്ന് ആ സിനിമ അങ്ങനെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ സിനിമയുടെ പേരെടുത്ത് അവിടുത്തെ വലതുപക്ഷവാദികൾ പറയുന്നത് അവിടെ മുസ്ലിം ഭരണം വന്നു എന്ന അർത്ഥത്തിലൊക്കെയാണ്. അതൊന്നും ശരിയല്ല, എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു നമ്മുടെ നാട്ടിലെ ഈ തീവ്ര വലതുപക്ഷക്കാർ പറയുന്നത് പോലെയാണ്. അപ്പൊ എന്നിരുന്നാലും അതിന്റെ വസ്തുതകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. യഥാർത്ഥത്തിൽ വളരെ കൗതുകമുള്ള ഒരു ഫൈറ്റ് ആണ് ഡൊണാൾഡ് ട്രംപ് വേഴ്സസ് സൊഹറാൻ മംദാനി എന്ന് പറയുന്നത്. 33 വയസ്സ് മാത്രം പ്രായമുള്ള കരിസ്മാറ്റിക് ആയ സൊഹറാൻ മംദാനി എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് ഡെമോക്രാറ്റുകളുടെ പ്രൈമറി വിജയിക്കുന്നത്. ഡെമോക്രാറ്റുകൾക്ക് സ്ട്രോങ് ഹോൾഡ് ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ജയിക്കുമെന്നാണ് പൊതുവെ കരുതുന്നത് ഈ നവംബറിലെ ഇലക്ഷനിൽ. ലോകത്ത് ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള സ്ഥലം ന്യൂയോർക്കാണ്. അവിടുത്തെ ബ്രൂക്ലിൻ ഏരിയയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ജൂതന്മാരുടെയും കൂടെ വോട്ട് നേടി മുസ്ലിമായ ഇന്ത്യൻ റൂട്ട്സ് ഉള്ള ഒരു വ്യക്തിക്ക് ജയിക്കാൻ കഴിയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്. ഡൊണാൾഡ് ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും ഇദ്ദേഹത്തിനെതിരെ ഓൾറെഡി ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. മംദാനിയെ അറസ്റ്റ് ചെയ്യണം, ഡിപ്പോർട്ട് ചെയ്യണം തുടങ്ങിയ പല വാചകങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഈ രണ്ടുപേര് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, സിമിലാരിറ്റീസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കുന്നത്. ട്രംപ് എന്ന് പറയുന്നത് ഒരു റൈറ്റ് വിങ് പോപ്പുലിസ്റ്റ് ആണ്, നാഷണലിസ്റ്റ് ആണ്, പ്രോ ക്യാപിറ്റലിസ്റ്റ് ആണ്, കൺസർവേറ്റീവ് ഓൺ ഇമിഗ്രേഷൻ ആണ്, എക്കോണമി ആൻഡ് ഫോറിൻ പോളിസി. മംദാനി നേരെ തിരിച്ച് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആണ്, മെമ്പർ ഓഫ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക DSA ആണ്. അവിടെ മെഡിക്കെയർ എല്ലാവർക്കും ഉണ്ട്, അഫോർഡബിൾ ഹൗസിംഗ് എല്ലാം ഉണ്ട്. ഒരു ആം ആദ്മി പാർട്ടിയൊക്കെ നമ്മുടെ ഡൽഹിയിൽ ചെയ്തെടുത്തതുപോലൊരു മാജിക് ചെയ്തെടുക്കാനാണ് യഥാർത്ഥത്തിൽ മംദാനി ശ്രമിക്കുന്നത്. ട്രംപിന്റെ റൈറ്റ് വിങ്ങിന് മംദാനിയുടെ ഒരു ലിബറൽ ലെഫ്റ്റ് വിങ് എന്ന് പറയുന്ന കാര്യത്തിൽ വലിയൊരു സ്പേസ് അമേരിക്കയിൽ വളർന്നു വരുന്ന കാണാം. വളരെ ഗ്രാസ് റൂട്ട് വർക്കേഴ്സോട് കൂടി, ചില ആൾക്കാർ പറയുന്നത് 20,000-ലധികം ഗ്രാസ് റൂട്ട് വർക്കേഴ്സ് അടക്കം പ്രവർത്തിച്ചാണ് മംദാനിയുടെ ക്യാമ്പയിൻ സ്ട്രോങ് ആക്കിയെന്നാണ്. അദ്ദേഹം മഹ്മൂദ് മംദാനി, അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ ഗുഡ് മുസ്ലിം, ബാഡ് മുസ്ലിം തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ അക്കാഡമിയിലൊക്കെ വളരെ ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തിയാണ്. എന്തായാലും മംദാനിയുടെ സ്വാധീനം വളരെ അധികമാണ്. അമേരിക്കൻ പൊളിറ്റിക്സിൽ മേയർ സ്ഥാനത്തേക്ക് മാത്രം വന്നൊരു വ്യക്തി, ആ വ്യക്തി ഡൊണാൾഡ് ട്രംപിനെ അടക്കം സ്തോഭജനകമായി ഞെട്ടിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ ഡൊണാൾഡ് ട്രംപ് വേഴ്സസ് സൊഹറാൻ മംദാനി എന്നാണ് അമേരിക്കയിലെ പല മാധ്യമങ്ങളും പ്രൊജക്ട് ചെയ്തത്. ഇതിന്റെ കൗതുകം ഇവർക്ക് രണ്ടുപേർക്കും ഗുണം ചെയ്യും എന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപിനും ഗുണം ചെയ്യും, മംദാനിക്കും ഗുണം ചെയ്യും. മംദാനിക്ക് ഗുണം ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ എവിഡന്റ് ആണ്. അതായത് മംദാനിയെ പോലെ വളർന്നു വരുന്ന 33 വയസ്സുള്ളൊരു പൊളിറ്റീഷ്യനെ ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ആക്രമിക്കുമ്പോൾ മംദാനിയിലേക്ക് ശ്രദ്ധ വരും. ഡെമോക്രാറ്റിക് പാർട്ടി കൂടുതലായി മംദാനിയിലേക്ക് അടുക്കും. മംദാനിക്ക് വലിയൊരു ഫ്യൂച്ചറും റൈസും ലഭിക്കും. എന്നാൽ അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിന് ഒരു അർത്ഥത്തിൽ അത് ഗുണമാണ്. മുസ്ലിമായ ഇന്ത്യൻ റൂട്ട്സുകളുള്ള ഡെമോക്രാറ്റിക് ആയ, ഓൾറെഡി ട്രംപ് പറയുന്നത് ഇയാൾ കമ്മ്യൂണിസ്റ്റ് ലുനാറ്റിക് ആണെന്നാണ്, തീവ്ര കമ്മ്യൂണിസ്റ്റ് ആണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ബേസിനെയും കൺസോൾഡേറ്റ് ചെയ്യാൻ സാധിക്കും. മുമ്പ് ഇത് ഡൊണാൾഡ് ട്രംപ് ചെയ്തുകൊണ്ടിരുന്നത് അവിടുത്തെ ഈ ലെഫ്റ്റിസ്റ്റ് ഫെമിനിസ്റ്റ് ആയിട്ടുള്ള AOC അടക്കമുള്ളവരെയൊക്കെ ഒരു സ്ക്വാഡ് എന്നൊക്കെ വിളിക്കും. അവിടുത്തെ ലെഫ്റ്റിസ്റ്റ് ഫെമിനിസ്റ്റ് മൂവ്മെന്റ് പോലുള്ളവരാണ് ഈ സ്ക്വാഡ്, അവരെ വെച്ചാണ്. അപ്പോൾ പ്രകടമായ ഒരു ശത്രു അപ്പുറത്തുണ്ടെന്ന് പറയാൻ ഡൊണാൾഡ് ട്രംപിനും ഇത് ഉപകാരം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അമേരിക്കൻ പൊളിറ്റിക്സ് ആ ഒരു അർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് സ്വയം പൊസിഷൻ ചെയ്യുന്നത്, ഞാൻ ക്രിസ്ത്യൻ, വൈറ്റ്, റൈറ്റ് വിങ്, ക്യാപിറ്റലിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വ്യക്തിയും എനിക്കെതിരെയുള്ളവർ മംദാനിയായ
ഇമിഗ്രന്റ് ആയ ഇന്ത്യൻ റൂട്ട്സ് ഉള്ള മുസ്ലിമായ ലെഫ്റ്റിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾ. അപ്പം പ്രകടമായ ഒരു എനിമിയെ സൃഷ്ടിക്കാൻ ഡൊണാൾഡ് ട്രംപിന് കഴിയുമെന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഇതിലെ ഏറ്റവും വലിയ വിജയം. ഇതിൽ ആര് വിജയിക്കുമെന്നറിയില്ല. പ്രത്യേകിച്ച് ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ അടക്കം സപ്പോർട്ടോടുകൂടി മംദാനി വന്നത് എല്ലാരെയും ഞെട്ടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ന്യൂയോർക്ക് സിറ്റിയുടെ മേജറായ ഒരു ഫസ്റ്റ് ഇമിഗ്രന്റ് മേയറായി മാറാൻ ഇദ്ദേഹത്തിന് സാധ്യതയുണ്ട്. ഫസ്റ്റ് മുസ്ലിം മേയർ ആയിരിക്കും, ഫസ്റ്റ് സൗത്ത് ഏഷ്യൻ മേയർ ആയിരിക്കും സിറ്റിയുടെ ഹിസ്റ്ററിയിലെ. അങ്ങനെ പല രീതിയിലുള്ള മെച്ചങ്ങളും മംദാനിക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ മംദാനി ആ അർത്ഥത്തിൽ വലിയ രീതിയിൽ ഒരു ഫൈറ്റ് ബാക്കിന് ഒരുങ്ങുകയാണ്. അമേരിക്കയിൽ ഇനി മംദാനി വർഷങ്ങൾ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാര്യം വളരെ കരിസ്മാറ്റിക് ആണ്, അദ്ദേഹത്തിന്റെ വളരെ കരിസ്മയുള്ള ഒരു സ്മൈലാണ്, നല്ല ക്യാമ്പയിനാണ്. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് മംദാനി ഇനിയും വരും വർഷങ്ങളിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും അമേരിക്കയിലെ ഒരു സെന്റർ ടു ലെഫ്റ്റ് നിൽക്കുന്ന സ്പേസിന്റെയും ഏറ്റവും പ്രമുഖനായ ഒരാളായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു ഇന്ത്യൻ മൈഗ്രന്റ് ആയ അല്ലെങ്കിൽ ഇന്ത്യൻ റൂട്ട്സ് ഉള്ള മൈഗ്രന്റ് ആയ ഒരു മേയർ ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ സിറ്റീസിൽ ഒന്നിന് വരുമോ, ന്യൂയോർക്കിൽ വരുമോ എന്നാണ് കാത്തിരുന്ന് കാണുന്നത്. അമേരിക്കൻ പൊളിറ്റിക്സിലെ മറ്റൊരു പ്രധാന ചാപ്റ്റർ കൂടിയായത് മാറും.